അപ്പോൾ എല്ലാ വിധത്തിലും മുന്നണികൾ തയ്യാറായിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എല്ലായിടങ്ങളിലും ഒരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. കരുത്ത് കാട്ടാൻ മുന്നണികൾ തയ്യാറായിരിക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രചരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള മത്സരം പ്രചരണ രംഗത്ത് ഈ 23 ദിവസം കാലം വലിയ രീതിയിലുള്ള മത്സരം പ്രചരണ രംഗത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പാണ്. സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാമതും അധികാരത്തിലെത്തുക എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവർ പ്രചരണ രംഗത്ത് സജീവമായിരുന്നതെങ്കിൽ 10 വർഷം ഭരണത്തിൽ നിന്ന് അകന്നു നിന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. ആ വിധത്തിൽ തന്നെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ പ്രതിപക്ഷവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമായതാണ്. ഡിയിൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ വളരെ ശക്തമായി ഉന്നയിച്ച് പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ അങ്ങനെ നിരവധിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ വലിയ ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം പോലും വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടത്. അത് മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നതാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത്. അതിന് കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആഞ്ഞടിച്ചത്. അത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. എല്ലാ നേതാക്കൾക്കും അതിൽ അഭിപ്രായം പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നതായിരുന്നു KC വേണുഗോപാൽ ആവശ്യപ്പെട്ടത്. UDF അധികാരത്തിൽ വന്നാൽ ഇതിൽ സമാധാനം പറയിപ്പിക്കും എന്നുകൂടി KC വേണുഗോപാൽ പറഞ്ഞു. മറ്റൊരു സാഹചര്യമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നേനെ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. എത്ര ലാഘവത്തോടെയാണ് ഡാം അടച്ചിട്ട് പ്രളയമുണ്ടാക്കാൻ ഒരു മന്ത്രി പറയുന്നതെന്നും KC വേണുഗോപാൽ ചോദിച്ചു. എന്തായാലും ആ പുറത്തു വന്ന ശബ്ദരേഖ ഇന്ന് കുട്ടിക്കലാശത്തിലേക്ക് പോകുന്ന ദിവസം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കേരളത്തില് കൃത്രിമ പ്രളയമുണ്ടാക്കാൻ ഡാമുകൾ അന്ന് വന്ന ചോദ്യമാണിത്. ഇത് പുതുതായ ചോദ്യമല്ല. അന്ന് പ്രളയമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം വന്നതും ഉന്നയിക്കപ്പെട്ടതുമാണ്. ആ പ്രളയകാലത്തെ ചിത്രങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരുടെയും മുന്നിലുണ്ട്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിലിരുന്ന് നീന്തുന്നതും രക്ഷപ്പെടുത്താൻ പോകുന്നതും നമ്മുടെ മത്സ്യത്തൊഴിലാളികളടക്കം അവസാനം എല്ലാവരെയും പോയി ഇന്ത്യൻ സൈന്യമായി മാറിയതൊക്കെ തന്നെ എല്ലാവരും ചിത്രീകരിക്കുന്ന പോലെ. അപ്പൊ പ്രളയമുണ്ടാക്കിയത് കൃത്രിമമായിട്ടാണെന്നൊരു മന്ത്രിയുടെ വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാലാണ് വലിയ ആരോപണം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അഴിമതി നടത്താനായി കേരളത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് VD സതീശനും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു. കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും രാജിവെക്കണം. പുറത്തുവന്ന ഓഡിയോ നേരത്തെ തന്നെ കേട്ടിരുന്നുവെന്നും AI എന്ന ആരോപണം ഉന്നയിച്ച് വിഷയം മറയ്ക്കാനാകില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഈ ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കുന്നതിന് വേണ്ടി അത് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അന്നത്തെ മന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ ഗൗരവമില്ലായിരിക്കണം? കൃഷ്ണൻകുട്ടി പറഞ്ഞാണുള്ളത്. ഈ കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞതല്ലാന്ന് തെളിയിക്കട്ടെ. ഇത് AI ഉണ്ടാക്കിയതാണ് കൃഷ്ണൻകുട്ടിയുടെ. ഞാനിത് നേരത്തെ കേട്ടാണ്. പക്ഷെ ഇതെന്നെ കേൾപ്പിച്ച ആൾ എനിക്ക് തന്നില്ല ശബ്ദരേഖ. ഞാൻ നേരത്തെ കേട്ട ആളാണ്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കൊള്ളനാടിന്റെ ആ ശബ്ദരേഖ കിട്ടിയതുകൊണ്ട് വളരെ മുമ്പ് ഈ ശബ്ദരേഖ കിട്ടിയതാണ്. ഞാൻ കേട്ടതാണ് ഈ ശബ്ദരേഖ. പക്ഷെ ശബ്ദരേഖ സൂക്ഷിച്ചു വെച്ചാൽ എന്റെ തന്നില്ല. ഞാൻ കേട്ടാണ് ഈ ശബ്ദരേഖ മുഴുവൻ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കേട്ടില്ലല്ലോ. നേരത്തെ മുഴുവൻ കേട്ടാണ് ഈ ശബ്ദരേഖ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നുണ പറഞ്ഞ കൃഷ്ണൻകുട്ടിയും ആരോപണ വിധേയനായ മാത്യു ടി തോമസും അത് പറയണം. മാത്യു ടി തോമസ് ഇപ്പൊ മന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിപ്പെട്ട എന്ത് LDF ആണ്. ഇതാണ് KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നത് നമുക്ക് കാണാം. നമുക്ക് കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് കൂടി പോയാൽ വട്ടിയൂർക്കാവ് നമുക്കറിയാം ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പേരൂർക്കടയിൽ കലാശക്കൊട്ട് എല്ലാവിധത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. പ്രവർത്തകർ കൂടുതൽ സജ്ജമായി എത്തിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. 3 മുന്നണിയുടെയും പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ദൃശ്യങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നത്. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവാണ്. അവിടെ പ്രചരണത്തിൽ ഉടനീളം നമ്മൾ ആ വീറും വാശിയും ഒക്കെ കണ്ടതാണ്. കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സാഹചര്യം? 3 മുന്നണികളും പേരൂർക്കടയിൽ സജ്ജരായിരിക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്.
രേണുക, തീർച്ചയായും. കാരണം ഈ ഒരു ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ആവേശം ചോരാതെ തന്നെ അണികൾ ഇവിടെ സംഘടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രചാരണത്തിലുടനീളം വട്ടിയൂർക്കാവിൽ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു രംഗം നമ്മൾ ഇതിനു മുൻപുള്ള ദിവസങ്ങളിലടക്കം കണ്ടതാണ്. അതിന്റെ വീര്യം ഒട്ടും തന്നെ ചോരാത്ത ഒരു കൊട്ടിക്കലാശത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. വട്ടിയൂർക്കാവിൽ മണ്ഡലത്തിലെ പേരൂർക്കടയിലുള്ള ഈ ഒരു നമുക്കറിയാം, എല്ലാ വർഷവും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഭംഗിയേറിയ അല്ലെങ്കിൽ ഏറ്റവും ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പേരൂർക്കട. അവിടെ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആവേശം, അത് ചെണ്ടമേളങ്ങളായിക്കോട്ടെ, മറ്റ് ബാൻഡ് സെറ്റുകളായിക്കോട്ടെ, സ്പീക്കർ സെറ്റുകളായിക്കോട്ടെ, അതിന്റെ എല്ലാം തങ്ങളുടെ പാർട്ടികളുടെ. ശരി സാരംഗ്, ഒന്ന് തുടരുക. ഇപ്പോൾ നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് ഒരു സമാപന ഒരു ചടങ്ങാണ്. അത് സന്തോഷമുണ്ട്, പിന്നെ ആത്മവിശ്വാസമുണ്ട്. സംസ്ഥാനത്ത് 2 അക്കത്തിൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അവസാന ലാപ്പിൽ. ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഒരു മാറ്റം ഈ ഇലക്ഷനിൽ വരും. അതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസിനും ഇല്ല, CPM-നും ഇല്ല. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഭരണത്തിലോ ഭരണശൈലിയിൽ മാത്രമല്ല, അതിൽ ഒരു നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. അത് ഇനിഷ്യേറ്റ് ചെയ്തത് BJP NDA-ആണ്. അതിന് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് ഈ കാഴ്ചപ്പാട്, വികസനത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇന്ന് ഈ അവസാന ലെഗിൽ കോൺഗ്രസും CPM-ഉം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് മനഃപൂർവ്വമല്ല, അത് ആത്മാർത്ഥമായതല്ല. അവർക്കറിയാം, ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നാടിൻ്റെ ഭാവി ആരാണ് ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അത് ഒരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിനും CPM-നും മനസ്സിലായിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന, അതായത് കേരളത്തിൽ മുന്നണി സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്, ഇനി 2 മുന്നണികളെ കാണുകയുള്ളൂ. അത് അങ്ങനെ ഒരു പ്രസ്താവന, അത് വലിയ തരത്തിൽ ചർച്ച. 100% ഇതുവരെ കോൺഗ്രസും CPM തമ്മിൽ ഒരു ഇൻഫോർമൽ ഡീലായിരുന്നു ഇവിടെ. മറ്റ് 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസിൽ ഫോർമൽ ഡീൽ ചെയ്യുന്ന കോൺഗ്രസും CPM-ഉം ഇവിടെയും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഫോർമൽ അലയൻസിൽ അവർ പങ്കാളികൾ ആവും എന്ന് എനിക്കൊരു സംശയമില്ല. ഇത് അവസാനത്തെ ഇലക്ഷനാണ്. 3 മുന്നണി മത്സരിക്കാൻ പോകുന്ന ഒരു അവസാനത്തെ ഇലക്ഷനായിട്ട് ഞാൻ കാണുന്നു. പിണറായി സർക്കാരിന് തുടർഭരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അത് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. എന്ത് ബേസിസിലാണ് 2 തവണ മത്സരിച്ച് ഭരിച്ച് CPM സർക്കാരിന് 3ാം ഒരു അവസരം കിട്ടില്ല? അത് 100%. കാരണം അവർ 10 കൊല്ലം ഭരിച്ചു. എന്താണ് നാട്ടുകാർക്ക് കൊടുത്തത്? ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, അഴിമതി, ശബരിമല കൊള്ള, ശബരിമല വിശ്വാസികളെ ഉപദ്രവിക്കുക, ഇതെല്ലാം അവരുടെ അച്ചീവ്മെന്റ് അല്ലേ? അങ്ങനത്തെ അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു മതിയായി, ഞങ്ങൾക്ക് അത് വേണ്ട, ഇനി 3ാം തുടരും പറഞ്ഞ CPM അത് വേണ്ട. പിന്നെ കോൺഗ്രസ് അത് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നു, നോക്കൂ, നിങ്ങൾക്ക് എത്രയോ അവസരം തന്നതല്ലേ. പിന്നെ ശബരിമലയെ കുറിച്ച് കോൺഗ്രസിന്റെ എന്തായിരുന്നു നിലപാട് എല്ലാവരും ഇന്നും ഓർമ്മിക്കുന്നുണ്ട്, അത് മറന്നിട്ടില്ല. ഒരു കാര്യം, ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ് നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചത്. തുടർ ഭരണമുണ്ടാകില്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വികസനത്തിലൂന്നിയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം സംസാരിച്ചിരുന്നത്. ആ വികസനം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. NDAയുടെ ഏറ്റവും വലിയ പ്രചരണം വികസനത്തിലൂന്നിയുള്ളതാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും തുടർ ഭരണമുണ്ടാകില്ല എന്നതുകൂടി ഉറപ്പിച്ച് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. ഡാൻ കുര്യനാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. നമുക്ക് കോട്ടയത്തേക്കൊന്ന് പോകാം. അവിടെ നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ കാഴ്ചകൾ എന്താണ്? കളറാക്കുകയാണ് എല്ലായിടത്തും മുന്നണികൾ. ഈ കൊട്ടിക്കലാശം കോട്ടയത്തും കളറാണോ കാര്യങ്ങൾ? രേണുക, വലിയ ആവേശത്തിൽ തന്നെയാണ് കോട്ടയത്തും കൊട്ടിക്കലാശം മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോഴുള്ളത് പാലായിലാണ്. ഒരുപക്ഷെ കോട്ടയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് പാലയാണ്. പാലായിൽ പക്ഷേ ഇത്തവണ UDF കൊട്ടിക്കലാശത്തിലില്ല. പകരം മറ്റ് 2 മുന്നണികൾ NDAയും LDF-ഉമാണ് കൊട്ടിക്കലാശത്തിലുള്ളത്. അത് ഈ കുരിശുപള്ളി കവലയ്ക്ക് മുന്നിൽ അവിടെ കൊട്ടിക്കലാശം ആരംഭിച്ചിരിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു സംഘർഷ സാധ്യതയ്ക്ക് വലിയ കേന്ദ്ര സേനകൾ
ജി ശ്രീജിത്ത് അവിടെ പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോട്ടയത്തെ ആവേശം. ഏതായാലും പാലാ മണ്ഡലത്തിലാണ് ശ്രീജിത്ത് ഉള്ളത്. പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വാദ്യമേളങ്ങളാൽ ശബ്ദമുഖരിതമാണ് അവിടം. മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഷോൺ ജോർജും തമ്മിൽ ശക്തമായ മത്സരമാണ് പാലായിൽ ഇത്തവണയുള്ളത്. ആ കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളിലും ആ ആവേശം നമുക്ക് അവിടെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.